ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇനിയിപ്പോൾ മാപ്പിൽ അമേരിക്കയുടേതായിട്ട് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ ട്രംപ് ഒരിച്ചിരി കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ ഹോർമൂസ് പോയിട്ട് അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റി. അതേപോലെ തന്നെ ഇപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നുള്ള പേര് മാറ്റിയിട്ട് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റി. ഇപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ട്രംപിന് മാറ്റേണ്ടത് അമേരിക്കയും അതേപോലെ തന്നെ കാനഡയും കൂടെ പങ്കിടുന്ന ലേക്ക് ഓണ്ടാറിയോ എന്ന് പറയുന്ന ആ ലേക്കിൻ്റെ പേരാണ് എന്താക്കേണ്ടത്, ലേക്ക് അമേരിക്ക എന്നാക്കി മാറ്റേണ്ടത്. അമേരിക്ക ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഫസ്റ്റ് അഗെയിൻ എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് പുള്ളി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും അമേരിക്ക 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 എന്നുള്ള പേരിട്ടുകൊണ്ട് ഇനി അത് പറ്റുള്ളൂ, അങ്ങനെ ഇനിയിപ്പോൾ ഇത് ആക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഏകദേശ ധാരണയിലേക്ക് ട്രംപ് അണ്ണൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചില കളികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ശരിക്കും ട്രംപ് യഥാർത്ഥത്തിൽ കാനഡയെ ട്രോളിക്കൊണ്ടാണ് ഈ പറയുന്ന ലേക്ക് ഓണ്ടാറിയോനെ ലേക്ക് അമേരിക്ക എന്നാക്കി മാറ്റാം എന്ന് പറയുന്നത്. അത് തന്നെ ട്രംപ് അണ്ണൻ വളരെ സിമ്പിളായിട്ട് നമുക്കത് മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പ് എടുത്തിട്ട് പേന കൊണ്ട് അതങ്ങ് വെട്ടിയിട്ട് അവിടെ ലേക്ക് ഓണ്ടാറിയോ എന്നുള്ള ആ സാധനം മാറ്റിയിട്ട് അവിടെ ലേക്ക് അമേരിക്ക എന്ന് എഴുതി ചേർത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം ആദ്യം. So this is Lake Ontario in Canada and in the United States. We're going to make a little change when we call it something. അപ്പോൾ ഇതാണ് ആ വീഡിയോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ, അതായത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും മിലിറ്ററി പവർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ തലവനാണ് ഈ ജാതി പരിപാടി കാണിക്കുന്നത് എന്നുള്ളതാണ്. അത് കാനഡയോട് ആദ്യമായിട്ടല്ല ഈ പണി ട്രംപ് കാണിക്കുന്നത്. അതായത് അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കളിയാക്കുക, അതേപോലെ തന്നെ അമേരിക്ക ഇല്ലാതെ കാനഡയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറയുക. അപ്പോൾ ഈ രീതിയിലുള്ള പരിപാടികളും അതേപോലെ തന്നെ പുതിയ രീതിയിലുള്ള ടാക്സ് കാനഡയ്ക്ക് നേരെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് കാനഡയെ തളർത്തുക. ഈ രീതിയിൽ കാനഡയോടുള്ള ഒരു ചിറ്റമ്മ നയം, ചിറ്റമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ ഏതെങ്കിലും ഈ അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള സ്ഥലമൊന്നും അല്ല, അതൊരു സോവർജിൻ ലാൻഡാണ്, അത് നമുക്കറിയാം. അപ്പം കാനഡ സ്വന്തം, അതായത് അതിർത്തിക്ക് തൊട്ടപ്പുറത്ത് കിടക്കുന്ന രാജ്യങ്ങളോട് വരെ ഇങ്ങനെ ചുറഞ്ഞു മാന്തി നിൽക്കുന്ന പരിപാടിയാണ് ട്രംപ് ഇപ്പം ഇറക്കുന്നത് എന്നുള്ളതാണ്. ഹോർമൂസിൽ കുറേ മാന്തിയപ്പോൾ തിരിച്ചൊരു 5-6 മാന്തലങ്ങ് കിട്ടി മൂടും കയറി ട്രൗസറും കയറി നിൽക്കുകയാണ് ഇപ്പം യഥാർത്ഥത്തിൽ. 40%, അതായത് കടത്തിൽ മുങ്ങി നിൽക്കുക, $40 ട്രില്യൺ കടത്തിൽ നിൽക്കുകയാണ്. മാക്സിമം അമേരിക്കക്ക് കടം എടുക്കാൻ പറ്റുന്ന പരിധി 41 ട്രില്യനാണ്. അത് ഏകദേശം ഇനി അടുത്ത 2-3 മാസം കൊണ്ട് ഈ 41 ട്രില്യനിലേക്ക് എത്താൻ പറ്റും. കാരണം അത്രയും ട്രില്യൺ കണക്കിന് ഡോളറാണ് ഈ അമേരിക്ക പലിശ മാത്രമായിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് വേറൊരുത്തൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങും, ആ കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരുത്തൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങും, എന്നിട്ട് ആ കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരുത്തൻ്റെ അടുത്ത് നിന്ന് വാങ്ങും. ഈ പണിയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭവിഷ്യത്തായിട്ട് കടം പെരുകി കടത്തിൽ മൂക്കറ്റം മുങ്ങി നിൽക്കുമ്പോഴും ഈ ജാതി പരിപാടികൾക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ്. ഇപ്പം ഇവരുടെ അഹങ്കാരം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജികളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് അമേരിക്കയാണ്. ഗൂഗിൾ ആണെന്നുണ്ടെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും ആപ്പിൾ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന കമ്പനികളെല്ലാം തന്നെ അമേരിക്കൻ കമ്പനികളാണ്. ആ കമ്പനികളില്ലാതെ ലോകത്തിന് ടെക് കമ്പനികൾക്കൊന്നും നിലനിൽക്കാൻ പറ്റത്തില്ല, ഞങ്ങളില്ലാതെ ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല എന്നുള്ള ഇവരുടെ ബോധ്യവും ഇവരുടെ അഹങ്കാരവുമാണ് ഇവരെ കൊണ്ട് ഇപ്പോഴും ഇത് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ബാക്കിയുള്ള രാജ്യങ്ങളെ ബഹുമാനിക്കത്തില്ല, ബാക്കിയുള്ള രാജ്യങ്ങളുടെ സോവർജിനിറ്റിക്ക് ഒരു വിലയും കൊടുക്കത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മാപ്പ് എടുത്തിട്ട് അവിടെ അങ്ങ് വെട്ടിയിട്ട് അവിടെ വേറൊരു പേര് എഴുതി ചേർക്കുക എന്ന് പറഞ്ഞ പരിപാടി. ഇപ്പം അമേരിക്ക ഇങ്ങനെ പേര് മാറ്റിയെന്ന് വിചാരിച്ചിട്ട് കാനഡയിലെ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ അതിൻ്റെ പേര് മാറാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ലോകം അപ്പോഴും അതിനെ പ്രൊനൗൺസ് ചെയ്യുക പഴയ രീതിയിൽ തന്നെ ആയിരിക്കും. കാരണം ഈ ജാതി പരിപാടികളൊന്നും ലോകത്തിലെ ഒരു രാജ്യങ്ങളും രാജ്യങ്ങളെന്നല്ല മനുഷ്യന്മാർ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളതാണ്. അത് നമുക്ക് ഈ പറയുന്ന ഹോർമൂസിൻ്റെ കാര്യത്തിലും ഇറാൻ്റെ കാര്യത്തിലും നമ്മളത് കാണുകയും ചെയ്തതാണ്. അതിലേറ്റവും രസകരമായിട്ട് തോന്നിയത്, ഞങ്ങൾ ജയിച്ചു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി, ഇനി നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി എന്ന് ഇറാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു അത്. അതായത് ലോകം മൊത്തം പറയുന്നുണ്ട് അമേരിക്ക തോറ്റു തുന്നം പാടി മൂട് കയറി നിൽക്കുക, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ലോകത്തിന് മൊത്തം മനസ്സിലായി. ആ മനസ്സിലായ കാര്യം ഇറാൻ വന്നിട്ട് പറയാണ് ഞങ്ങളാണ് ജയിച്ച് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായി, ഇനി
നിങ്ങൾ ഇവിടെ കടന്ന് അധികം വരകാനൊന്നും നിൽക്കണ്ട, ഇവിടുന്ന് മൂടും തട്ടി പൊക്കും എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴുമാണ് മാപ്പ് എടുത്തിട്ട് വെട്ടിയിട്ട് അവിടെ അമേരിക്കയുടെ പേര് ചേർക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ പേന കൊണ്ട് വെട്ടാൻ പറ്റും, പക്ഷേ പല കാര്യങ്ങളും പേന കൊണ്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ആയുധം കൊണ്ടും വെട്ടാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു സമയത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് അണ്ണനൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നുള്ളതാണ് പറയാനുള്ളത്.